അപ്പൊ സാൻഡ്വിച്ച് അവിടെ നിൽക്കട്ടെ. ഒന്നല്ലെങ്കിൽ ഒരു അടിപൊളി മയോണൈസ് ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചില്ലേ? അപ്പൊ സാൻഡ്വിച്ച് ഇത്തിരി വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്കിത് മുറുക്കണം തോന്നും, പക്ഷെ നിങ്ങളിത് അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് ബ്രെഡ് റെഡി. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഓടിപ്പോയി കുറച്ച് മുട്ട വാങ്ങിയിട്ട് വരാം. ഞാനിത് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ഇവിടെ മുട്ടയിരിപ്പില്ല. ഞാനില്ലാത്ത നേരം നോക്കി നിങ്ങൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കുകയല്ലേ? ഈ കാണാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ച് മെഗാ പരമ്പരയായിരിക്കും. ഞാൻ എന്തായാലും അതേപോലെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് അങ്ങ് ഉണ്ടാക്കിയാലോ. ഇന്ന് വളരെ ക്വിക്കായിട്ടാണ് നമ്മൾ പോകാൻ പോണേ. ബ്രെഡ് എടുക്കുക. ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വേർട്ട് ചെക്ക്. അതിൻ്റെ പടപടപടയെന്ന് 3 കട്ട് ചെയ്യുക. സോ ഒരു 3 പീസുള്ള സാൻഡ്വിച്ചാണ്. എഗ്, ചീസ് ആൻഡ് ഹാം, അങ്ങനെ ഒരു ബേസിക് സാൻഡ്വിച്ചാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ പാൻ വെക്കുക, പാനിൽ ബ്രെഡ് വെക്കുക, പിന്നെ നൈസായിട്ട് അതിൻ്റെ മേലിലേക്ക് ഒരു ചീസിൻ്റെ കഷ്ണം എടുത്ത് വെക്കുക, അടച്ച് വെക്കുക. ആൻഡ് ലെറ്റ് ഇറ്റ് ബബിൾ അപ്പ്. ഐ ലൈക്ക് ഡു ഇറ്റ് ഇൻ ദ ഓവൻ. ഓവൻ ഉണ്ടെങ്കിൽ ഒരു 10 seconds ഓവനിൽ വെച്ചാൽ മതി. ബട്ട് ഓവൻ കാണിക്കണമല്ലെന്ന്. സോ വി ആർ ഡൂയിങ് ഇറ്റ് ഓൾ സ്കൂൾ. ചീസ് നൈസായിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് നേരെ എടുത്ത് മാറ്റി വെക്കുക. ദെൻ ബാക്കിയുള്ള ബ്രെഡ് പൈയിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. സ്ലൈറ്റ്ലി ബ്രൗൺ ആകുമ്പോൾ തന്നെ അങ്ങ് പൊക്കിയെടുക്കുക. ആൻഡ് കുറച്ച് ബട്ടറും കൂടി ഇട്ട് അങ്ങ് ചെയ്യുകയാണെങ്കിൽ നൈസായിരിക്കും. ഐ ആം ടേക്കിംഗ് ദ ഹാംസ്. ഇതൊരു 250 rupees വരും ഒരു ചെറിയ പാക്കറ്റ്. ഇത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നൈസായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാൻഡ്വിച്ച് ഉണ്ടാക്കണമെങ്കിൽ ചടപടയും സാധനം ഇടുക. കടയിൽ പോയി വാങ്ങണം, അതേ ഒരു ഫീലും കിട്ടും ഹാം ഉണ്ടെങ്കിൽ. സോ ജസ്റ്റ് പടപടപടയെന്ന് ഹാം എടുക്കുക. ഓക്കെ, നൈസായിട്ടൊന്ന് മാറ്റി വെക്കുക. ഹാം വേണമെങ്കിൽ ഒന്ന് മൈക്രോവേവിൽ വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. നമുക്ക് കുറച്ചും കൂടെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി കുറച്ച് മയോ എടുക്കുക. ഓഫ് കോഴ്സ് ഹൗ ടു മേക്ക് ദ മയോ യു ക്യാൻ ചെക്ക് ദ വീഡിയോ ഓൺ ദ റൈറ്റ്. മയോ അത്യാവശ്യം സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മേലേക്ക് ഹാം വെജീസും കൂടെ അങ്ങ് വെച്ച് സ്റ്റാക്ക് ചെയ്യുക. ഈ വെജീസ് വേണമെങ്കിൽ ഭയങ്കര ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ എല്ലാം കൂടെ ഒരു സർക്കിൾ വെച്ചേക്കണേ. സോ ദാറ്റ് യു ഗെറ്റ് ദാറ്റ് റെസ്റ്റോറൻറ്റ് കൈൻഡ് ഓഫ് ഫീൽ. ഇത് നൈസായിട്ട് വെക്കുക. പിന്നെ lots of sauce. Then you put some mayo over it. മയോയും സോസും ഇറ്റ് ഈസ് എ കിടലൻ കോമ്പിനേഷനാണ്. അപ്പം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ മേളിൽ. പിന്നെ നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്ന സ്ക്രാമ്പിൾഡ് എഗ്. ഓക്കെ, ഹൗ ടു ഡു ദ സ്ക്രാമ്പിൾഡ് എഗ് വീഡിയോ ഓൺ ദ റൈറ്റ്. And finally, last piece of bread കൂടെ വെച്ച് ഫിനിഷ് ചെയ്ത് യെസ്, യോർ സാൻഡ്വിച്ച് ഇസ് ഡൺ ബേബി. അപ്പം ഓഫ് കോഴ്സ് സാൻഡ്വിച്ച് നമുക്ക് നാട് കൂടെ ഒന്ന് നൈസായിട്ട് മുറിക്കാം. Hey Julie, I want to bring you something. How you steal your girlfriend back. So wait for the next episode. Don't forget to subscribe and